ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പച്ച ഇറച്ചി കൊണ്ട് ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ. സാധാരണ ഇതിൽ ഉണക്കിയിറച്ചി കൊണ്ടല്ലേ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. ഇത് പച്ചയായ ബീഫ് അരിഞ്ഞ് കഴുകി വാരി വെള്ളം മാലാൻ വെച്ചു. ശേഷം നമ്മളത് ഒരു കുക്കറിലേക്ക് ഇടുവാണ്. കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കണം. ആ ഒരു വിസിൽ കേട്ട ശേഷം ആ വിസിൽ ഊരിവിടരുത്. അങ്ങനെ തന്നെ വെച്ചിട്ട് വിസിൽ തന്നെ പൂർണ്ണമായും പോയ ശേഷം തുറന്ന് വെച്ചിട്ട് വറ്റിക്കണം. ക്ലിയറായോ? ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെള്ളം ഒഴിക്കാതെ കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിച്ച് തുറന്ന് വെച്ച് പറ്റിക്കുക. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടും. കണ്ടോ, വെള്ളം ഒട്ടുമില്ലാതെ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യമായ മറ്റ് ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഉണക്കമുളകും വെളുത്തുള്ളിയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്ത് വയ്ക്കുക, ചതച്ച് വയ്ക്കുക. നമ്മൾ വേവിച്ച് വറ്റിച്ച ഈ ബീഫില്ലേ, അതും മിക്സർ ജാറിൽ ക്രഷ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നല്ല ചൂട് കട്ടിയുള്ള ചൂടിൽ പിടിക്കാത്ത ഉരുളിയോ നോൺ സ്റ്റിക്ക് പാനോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1-2 സ്പൂൺ വെളിച്ചെണ്ണ, കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചതച്ച ഉണക്കമുളകും ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരിയിട്ട് ഇളക്കി മുറിക്കൊന്നും വേണ്ട, ജസ്റ്റ് 1-2 ഇളക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചതച്ച ബീഫും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് കരിഞ്ഞു പോകരുത്, അതിന് മുന്നേ തന്നെ ബീഫ് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നല്ല മൊരിഞ്ഞ് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകത്തിന്, അതായത് കമ്പിപ്പരുവെന്ന് പറയും, ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്ത് ഒടിച്ച് നോക്കിയാൽ ഒടിയുന്ന പരുവത്തിൽ വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഈ മുളക് പോരാതെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടി ചേർക്കാം. ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടി ഒന്നും ചേർക്കാതെ തനതായ ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ നമ്മുടെ അടിപൊളി ഇടിയിറച്ചി? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.